ക്രിക് ടോക്സ് വിത്ത് നമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം. രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായ ഗുവാഹട്ടിയിലാണ് മത്സരം നടക്കുക. വൈകിട്ട് 7:30 മത്സരം. രാജസ്ഥാൻ കഴിഞ്ഞ 2 കളിയും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. എന്നാൽ മുംബൈക്ക് തിരിച്ചു വരണം. അവർ കഴിഞ്ഞ കളി DC പരാജയപ്പെട്ടു പോയി. രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ ഗുവാഹട്ടിയിലെ കളിയാണിന്ന്. അതുകൊണ്ട് നല്ലോണം ഫാസ്റ്റ് ബോളേഴ്സിന് അഡ്വാൻറ്റേജ് കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു പിച്ചാണ്. ഇവിടെ ഒറ്റ കളി മാത്രമേ നടന്നിട്ടുള്ളൂ. അത് ഫസ്റ്റ് കളിയായിരുന്നു രാജസ്ഥാനും CSK തമ്മിലുള്ള കളി. ആ കളിയിൽ CSK 127 റൺസിന് ബൗൾഡ് ഔട്ട് ആക്കാൻ സാധിച്ചു. ഈസി ആയിട്ട് ചേസ് ചെയ്ത് പോയി. നല്ല ക്വാളിറ്റി ഫാസ്റ്റ് ബോളേഴ്സ് 2 ടീമിനും ഉണ്ട്. ഇപ്പൊ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ ജോഫ്രെ ആർച്ചർ മികച്ച ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ, ആൻഡ്രെ ബർഗർ ഇങ്ങനെ അടങ്ങുന്ന മികച്ച ബൗളിംഗ് അവർക്കുണ്ട്. പിന്നെ മറുഭാഗത്ത് മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ടും തിരിച്ചെത്താൻ ചാൻസ് ഉണ്ട്. അതേപോലെ അവിടെ ഷാർദുൽ താക്കൂറും ദീപക് ചഹറും ഒക്കെ അടങ്ങുന്ന മികച്ച ഫാസ്റ്റ് ബോളിംഗ് അവർക്കുമുണ്ട്. ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. പാണ്ഡ്യന് തിരിച്ചെത്തും, പാണ്ഡ്യന് കളിക്കുമെന്നാണ് അവരുടെ ബൗളിംഗ് കോച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ പ്രസ് കോൺഫറൻസിൽ വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പൊ ട്രെന്റ് ബോൾട്ടും കളിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ കോർബിൻ ബോഷ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും. പിന്നെ ഈ പിച്ചിന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു 170 റൺസൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളൂ. 170 എടുത്താൽ പോലും അത് ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമെന്നാണ് റിപ്പോർട്ട്. പിന്നെ മഴക്കൊന്നും സാധ്യതയില്ല. ഒരു 6 മണിയോടുകൂടി ക്ലിയർ സ്കൈ ആകുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ മറ്റേ ടീം ന്യൂസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോ മുംബൈയുടെ കാര്യത്തിലേക്ക് ഹാർദിക് പാണ്ഡ്യക്ക് കഴിഞ്ഞ കളി 5 ലൈനുകളിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ബോൾട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബോൾട്ടും കളിക്കും. അങ്ങനെയാണെങ്കിൽ ചഹറിന് വരെ പാണ്ഡ്യയും ബോഷിന് വരെ ബോൾട്ടും കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറുഭാഗത്ത് വലിയ ചേഞ്ചിലൊന്നും കാണുന്നില്ല. അത് അവർക്ക് ഇഞ്ചുറി കൺസേണും കാണുന്നില്ല. പിന്നെ ജോഫ്രെ ആർച്ചറുടെ കാര്യം, ആർച്ചർ ഇപ്പോൾ മികച്ച ഫോമിലൊന്നല്ല ഉള്ളത്. അത് T20 വേൾഡ് കപ്പ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ 2-3 കൊല്ലത്ത് ആർച്ചറെ പ്രകടനം എടുത്തവർക്കും അറിയാം. അപ്പൊ ആർച്ചർ ഇപ്പൊ കഴിഞ്ഞ കളി 19ാമത്തെ ഓവറിൽ 3 റൺസാണ് GTക്കെതിരെ വിട്ടുകൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന് ആ ഫോമിലേക്ക് വരുന്ന സൂചനകൾ നൽകിയിട്ടുണ്ട്. അതൊരു ശുഭപ്രതീക്ഷയാണ് രാജസ്ഥാൻ റോയൽസിന്. എന്നാൽ മുംബൈക്ക് അതൊരു ഗുണകരമല്ല. കാരണം ആർച്ചർ ക്ലിക്കായാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും മുംബൈയുടെ ബാറ്റേഴ്സിനൊക്കെ. പിന്നുള്ളൊരു കാര്യം തിലക് വർമ്മക്ക് ആർച്ചറിനെ കണ്ടാൽ പ്രാന്താണ്. അത് പറയാനുള്ള കാരണം 21 പന്തിൽ 54 റൺസാണ് ഓൾ T20 തിലക് വർമ്മ ആർച്ചറിനെതിരെ അടിച്ചെടുത്തത്. അത് 257 സ്ട്രൈക്ക് റേറ്റിലാണ് അടിച്ചത്. ഒരു തവണ മാത്രമേ ആർച്ചറിന് മുമ്പിൽ തിലക് വർമ്മ കീഴടങ്ങിയിട്ടുള്ളൂ. പിന്നെ ബുംറയുടെ കാര്യം, IPL 2024 മുതൽ ഇങ്ങോട്ട് എടുത്താൽ ബുംറ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പവർ പ്ലേയിൽ 49% അദ്ദേഹത്തിന്റെ ഓവർ പവർ പ്ലേയിലാണ് എറിയുന്നത്. എന്നാൽ മുംബൈക്ക് വേണ്ടിയിട്ടോ 36% മാത്രമേ എറിയുന്നുള്ളൂ. അപ്പോ ഹാർദിക് പാണ്ഡ്യ ബുംറേനെ മുംബൈയിൽ വേണ്ട വിധത്തിൽ പവർ പ്ലേ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ കുറെ കളികൾ കണ്ടിട്ടില്ലേ, മുംബൈ അനായാസം പവർ പ്ലേയിൽ റണ്ണ് ലീക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട്? ബുംറ എറിയുന്നില്ല, അതുകൊണ്ട് മാത്രം. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ഏത് ഫേസിൽ എറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി നമുക്കറിയാലോ. മിഡിൽ ഓവർ ആയിക്കോട്ടെ, ഡെത്ത് ഓവർ ആയിക്കോട്ടെ, പവർ പ്ലേ ആയിക്കോട്ടെ, എല്ലാ ഫേസിലും അദ്ദേഹത്തിന് തിളങ്ങാനുള്ളൊരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. പിന്നെ സൂര്യവംശിയുടെ കാര്യം, സൂര്യവംശി ആണ് രാജസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബാറ്റർ. കാരണം പവർ പ്ലേയിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. കാരണം രാജസ്ഥാന്റെ ബാറ്റിംഗിലേക്ക് വന്നാൽ ദീപക് ചഹറും പിന്നെ രാജസ്ഥാൻ ബാറ്റിംഗിലേക്ക് വന്നാലിപ്പോ യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, അതേപോലെ നമ്മുടെ ധ്രുവ് ജുറേൽ, പരാഗൊക്കെ മികച്ച പ്ലേയേഴ്സ് ആണ്. അപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ പവർ പ്ലേ ഹിറ്റിംഗ് നമുക്കറിയാമല്ലോ. മുംബൈയുടെ ബോളിംഗ് ഷാർദുൽ താക്കൂറും ട്രെന്റ് ബോൾട്ട് ഒന്നും പഴയ മികവിലില്ല. അതൊക്കെ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഇപ്പോ. പിന്നെ മാർക്കണ്ടേന്റെ കാര്യം, മാർക്കണ്ഡെ ഇപ്പൊ 2 കളിയും മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്ന് കളിക്കുമെന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. കാരണം അശ്വിനി കുമാർ അവിടെ ബെഞ്ചിലുണ്ട്. ഇത് ഫാസ്റ്റ് ബോളേഴ്സ് നല്ല അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അശ്വിനി കുമാറിന് ഇറക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ മാർക്കണ്ഡെ പുറത്തിരിക്കും. മറുഭാഗത്തേക്കൊന്ന് രവി ബിഷ്ണോയി കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. രവി ബിഷ്ണോയി മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കളിയിൽ എടുത്തത്. അവർക്ക് മറ്റേവർക്ക് ഇപ്പൊ ക്വാളിറ്റി സ്പിന്നർ മിച്ചിൽ സെന്നറാണ്. ഇപ്പൊ ഇവർക്ക് വന്ന രവീന്ദ്ര ജഡേജ ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും ബിഷ്ണോയും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിച്ച് റിപ്പോർട്ടും ടീം ന്യൂസൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഗുവാഹട്ടിയിലെ കാര്യം നമ്മൾ പറഞ്ഞ കണ്ടീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ 2 ടീമിന്റെ ഒരു പ്രോബബിൾ ലൈനപ്പിലൊക്കെ നമുക്ക് നോക്കിയാൽ ഇപ്പോ
മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. തിലക് വർമ്മ നമ്പർ 3-ൽ കളിക്കും. സൂര്യകുമാർ നമ്പർ 4-ൽ. നമ്പർ 5 നമാൻവീർ, നമ്പർ 6 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 7 ഷർഫൻ റുദർഫോർഡ്, നമ്പർ 8 മിച്ചൽ സാനർ വരും. നമ്പർ 9 ഷാർദുൽ താക്കൂർ, നമ്പർ 10 ട്രെന്റ് ബോൾട്ട് വരും. നമ്പർ 11 മയങ്ക് മാർക്കണ്ഡെ, അല്ലെങ്കിൽ പിന്നെ അശ്വിനി കുമാർ. ഇമ്പാക്ട് ആയിട്ട് ജസ്പ്രീത് ബുംറ. മറുഭാഗത്ത് രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ മികച്ച ഓപ്പണിംഗ് പെയറാണ് അവര്. നമ്പർ 3 ധ്രുവ് ജുറേൽ വരും. നമ്പർ 4 റയാൻ പരാഗ്, നമ്പർ 5 ഡൊണോവൻ ഫെരേര, നമ്പർ 6 ഷിംറോൺ ഹെറ്റ്മയർ, നമ്പർ 7 രവീന്ദ്ര ജഡേജ, നമ്പർ 8 ജോഫ്രെ ആർച്ചർ, നമ്പർ 9 നാൻഡ്രെ ബർഗർ, നമ്പർ 10 രവി വിഷ്ണു, നമ്പർ 11 തുഷാർ ദേശ്പാണ്ഡെ. ഇമ്പാക്ട് ആയിട്ട് സന്ദീപ് ശർമ്മ. ഒരു മികച്ച പോരാട്ടം കാണാനാകുമെന്ന് പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്. മുംബൈക്ക് മത്സരം വിജയിച്ചേ പറ്റി തിരിച്ചു വരണം. ഈ മത്സരത്തിൽ നമ്മൾ മുംബൈ ഇന്ത്യൻസാണ് വിജയിച്ച് കാണുന്നത്. കൂടുതൽ വീഡിയോസിന് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.